നമ്മളുടെ ബിസിനസ്സുകാരെല്ലാവരും ഗ്രോത്ത് സെക്ടറിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഡിസ്കഷനുകളിലും പരിചയപ്പെടലും ആളുകൾ പറയുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ സ്റ്റാഫ് അങ്ങോട്ട് ശരിയാകുന്നില്ല. നമ്മളിന്ന് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പല വീഡിയോസ് വർക്ക്ഷോപ്പുകൾ അല്ലേ. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷനിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ ഇംപ്ലിമെൻറ്റേഷനിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് അവിടുത്തെ എംപ്ലോയീസ് അല്ലേ. അപ്പൊ അതിന്റെ റീസണെ പറ്റിയാണല്ലോ എന്നോട് ചോദിച്ചത്. ഒരു 3 പ്രധാനപ്പെട്ട റീസണാണ് നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പല സ്ഥാപനങ്ങളിലും ഇപ്പൊ ട്രെയിനേഴ്സ് ആവട്ടെ, കൺസൾട്ടൻസ് ആവട്ടെ, മാനേജേഴ്സ് ആവട്ടെ, പലരും വരുമ്പോൾ ചില എംപ്ലോയീസ് വർഷങ്ങളായിട്ടൊക്കെ ഉള്ളവർ പറയും, അതെ മുതലാളി പറഞ്ഞാൽ ഞാൻ ചെയ്യും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇന്ന ആൾ പറയട്ടെ ഞാൻ ചെയ്യാം എന്നുള്ള മനോഭാവം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. രഞ്ജിത്ത് ഭായിയുമായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മുടെ ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു പ്ലേലിസ്റ്റ് തന്നെയാണ്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രീവിയസ് ചെയ്തേക്കുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ ക്യാപ്സൂൾ രൂപത്തിൽ നൽകലാണ് ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം, അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ എപ്പിസോഡുകളും വ്യത്യസ്തമാവുന്നു. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞ കാര്യം, തിരക്കുള്ള മനുഷ്യനാണ്. ഒരുപാട് ആൾക്കാരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റിക്കൊണ്ട് ഡെയിലി ഒരുപാട് വിളിച്ചാലാണ് ആൾ വന്നത്. ഇപ്പം നമ്മൾ പാഡിൽ എത്ര ടീമുണ്ട്? ഇപ്പം പാഡിൽ ടീം മെമ്പേഴ്സ് നമുക്ക് 25 പേര് ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പൊ എറണാകുളം വിട്ട് കേരളത്തിൽ എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ന്യൂസിലൻഡ് ഇതൊക്കെ പ്രൊജക്റ്റുകളുണ്ട്. മലയാളികളുടെ സ്ഥാപനങ്ങളാണ്. ലോകത്ത് മലയാളികളായ സ്ഥാപനം എവിടെയുണ്ടോ അവിടെ വേണം രഞ്ജിത്തിന്റെ സർവീസ് ഒക്കെ ഉണ്ട്. അതാണ് അതിന്റെ പരസ്യം. ഇതൊക്കെ ഇത് പരസ്യമാണ്, നിങ്ങൾക്ക് പരസ്യം കാണിച്ചെടുക്കേണ്ടത്. ഇപ്പൊ രഞ്ജിത്ത് ഭായി, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ ബിസിനസ്സുകാരെല്ലാവരും ഗ്രോത്ത് സെക്ടറിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഡിസ്കഷനുകളിലും പരിചയപ്പെടലും ആളുകൾ പറയുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ സ്റ്റാഫ് അങ്ങോട്ട് ശരിയാകുന്നില്ല. അങ്ങോട്ട് അവരിവിടെ ഒന്നും ലെവലാറണ്ടല്ല, സംഭവം അടിപൊളിയാകും. ആക്ച്വലി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയേണ്ടി വരുന്നത്? സ്റ്റാഫിൻ്റെ വിഷയമാണോ, ഇനി പറഞ്ഞ ആളുടെ വിഷയമാണോ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമോ? ആസ് എ ബിസിനസ് കൺസൾട്ടന്റ്, നിങ്ങളിപ്പോൾ ഒരുപാട് സ്ഥാപനം കൺസൾട്ട് ചെയ്യുന്ന ആളെ പറയാൻ പറ്റുമല്ലോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പ്രതിഭാസം ഇയാൾ പറയേണ്ടി വരുന്നത്? ഇന്ന് ബിസിനസ്സുകളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. സ്റ്റാഫിന്റെ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ വിഷയത്തിനപ്പുറത്ത് ചേഞ്ച് മാനേജ്മെന്റ്, അതായത് മാറ്റങ്ങൾ എങ്ങനെ ഒരു സ്ഥാപനം ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം. കാരണം ഏത് പ്രസ്ഥാനം എടുത്ത് നോക്കിയാലും ഈ നമ്മളിതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജിക്കും ഉണ്ട്, എക്സ്പയറി ഡേറ്റ് അല്ലേ. അതായത് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ഓർഗനൈസേഷന് നിലനിൽക്കാനും വളരാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തുന്ന മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ആ സംരംഭകന്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രസ്ഥാനത്തിൽ മൊത്തത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവർ മാത്രം മാറിയതുകൊണ്ട് നമ്മളിന്ന് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പല വീഡിയോസ് വർക്ക്ഷോപ്പുകൾ അല്ലേ. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷനിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഈ ഇംപ്ലിമെൻറ്റേഷനിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് അവിടുത്തെ എംപ്ലോയീസ് അല്ലേ. അപ്പൊ അതിന്റെ റീസണെ പറ്റിയാണല്ലോ എന്നോട് ചോദിച്ചത്. ഒരു 3 പ്രധാനപ്പെട്ട റീസണാണ് നമുക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. 2, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറയുന്ന 3 കാര്യങ്ങൾ. നിങ്ങൾക്ക് 3-4 പോയിന്റുകൾ. അപ്പൊ എന്താണെന്ന് ഇത് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യത്തെ ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അതായത് നമ്മുടെ മുതലാളി ട്രെയിനിങ്ങുകൾക്കൊക്കെ പോയിട്ട് ഗംഭീര സംഭവങ്ങൾ ഇവിടെ വന്ന് അടിക്കുകയാണ്, അല്ലെങ്കിൽ ബുക്ക് വായിച്ചു, വർക്ക്ഷോപ്പിന് പോയി, അവിടെ നിന്ന് കിട്ടിയ അറിവ്, അല്ലെങ്കിൽ നല്ല നല്ല ട്രെയിനേഴ്സ് വന്നു, കൺസൾട്ടൻസ് വന്നു, കാര്യങ്ങളൊക്കെ പറയണം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഈ എംപ്ലോയിക്ക് ഇത് എന്തിനാണ് ഇതൊക്കെ പറയണതെന്ന് ഒരു പിടുത്തം കിട്ടാനില്ല. ഇത് എന്ത് കാര്യത്തിലാണ്, നമ്മളിപ്പോൾ അടിപൊളിയായിട്ടല്ലേ പോണേ, വെറുതെ എന്തിനാണ് ഇങ്ങോട്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല മാറ്റങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഇനീഷ്യേറ്റീവ്സിന്റെ പർപ്പസ് നമ്മുടെ ഓർഗനൈസേഷനിലെ ടീം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഈ മച്ചാൻ മാത്രം ഈ ട്രെയിനിങ് ഒക്കെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ പോയി നടക്കുന്ന ട്രെയിനിങ് മുതലാളിക്കാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം വേണ്ട ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, എന്ത് മാറ്റം കൊണ്ടുവരാനും എന്ത് ഇനീഷ്യേറ്റീവ് ഓർഗനൈസേഷൻ എടുക്കുമ്പോഴും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മുടെ ടീമിനെ ബോധ്യപ്പെടുത്തണം. അത് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവരെന്താ മനസ്സിലാക്കിയത്,
എന്ന് തിരിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ കമ്പനിയിൽ വേണം. ഉദാഹരണത്തിന് ഞാൻ ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾ സംഘടിപ്പിച്ച ട്രെയിനിങ് വർക്ക്ഷോപ്പിന് വേണ്ടി പോകുന്നു. അവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു. അത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ സ്റ്റാഫിനോടും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടാവും പലരും. പറയുമ്പോൾ അവർ ബോധ്യപ്പെട്ടത് വേറെ രീതിയിലായിരിക്കും. അതിനുള്ള സിമ്പിൾ മാർഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ അവരോടൊന്ന് തിരിച്ച് പറയാം. സുഹൃത്തെ, നിനക്ക് എന്തായത് ഇത് മനസ്സിലായത്, നീ എന്താ ഇതുകൊണ്ട് ചെയ്യാൻ പോണത്? അപ്പോഴായിരിക്കും ഇവൻ പറയണതും നമ്മൾ പറഞ്ഞതും തമ്മിൽ വലിയ അന്തരം ഉണ്ടാവും. അവിടെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ അവന് ശരിക്കും ഇത് പിടുത്തം കിട്ടാതെ ആയിരിക്കും നിൽക്കുന്നത്. അവന് പിടുത്തം കിട്ടണം. പിടുത്തം കിട്ടണം. അത് മുതലാളി മാത്രമേ ചാർജ് ആവുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഈ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ചിലര് ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയണേക്കാളും നല്ലത് ഒരു ഫെമിലിയാരിറ്റി സോൺ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? മുതലാളി ഭയങ്കര മാറ്റം വേണം, ലോകം മാറുന്നു, കമ്പനി മാറ്റണം എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴും ഇവൻ ചിന്തിക്കണത് ഞാനിപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനിടയിൽ ഇനി പറയണ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാൻ പോയാൽ ഇത് എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ എനിക്കിത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള ചിന്ത കാരണം ഉള്ളിൽ എന്താ തോന്നണേ, എനിക്ക് ഈ മാറ്റമൊന്നും വേണ്ട, ഇപ്പം അത്യാവശ്യം കാര്യങ്ങൾ സ്മൂത്തായിട്ടാണ് പോണത്. ഈ ഒരു അവസ്ഥ ഉള്ളിലുണ്ട്. അതാണ് ഈ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ളത്. അത് ഈ പുതിയ സിസ്റ്റം, പുതിയ ചേഞ്ച് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തുറന്നു പറയില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലായ്മയുണ്ട്. ഈ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്താ സ്വാഭാവികമായിട്ടും ചെയ്യുക, അതിനെ തോൽപ്പിക്കാൻ നോക്കും. തോൽപ്പിക്കുക ഇൻ ദ സെൻസ് അതൊന്നും വേണ്ട, അതില്ലാതെ കാര്യം പോകുന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പം നമുക്കിത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ അവിടെ വീണ്ടും ഇതിൻ്റെ ഓറിയൻറ്റേഷനും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. നമുക്ക് ഈ പുതിയ സിസ്റ്റം കൊണ്ട് എന്താണ് ഗുണം, ഇത് സ്റ്റാഫിനെ പറഞ്ഞ് പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സംരംഭകൻ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ടൂൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗോൾ സെറ്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ ടൈം മാനേജ്മെന്റിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ടൂൾ കിട്ടിയെന്നായിരിക്കും. അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിനുണ്ടായ റിസൾട്ട് ഉണ്ടല്ലോ, അതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഇവരെ കാണിച്ചു കൊടുക്കണം. സുഹൃത്തെ, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, ഇത് ചെയ്തപ്പോൾ ഇന്ന ഗുണം ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് പറയണമെന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ വർക്കൗട്ടിനെ കണക്ട് ചെയ്യട്ടെ. ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് വിൻഡോസിന്റെ പ്ലാറ്റ്ഫോംസ് ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പം ഞാനൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്നോ മാക്കിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പം ഞാൻ നമ്മുടെ ടീം മെമ്പർ ആയിട്ടുള്ള അമീനോടും സുബൈറിനോടും പറഞ്ഞാൽ നമുക്ക് ഇനി മാക്കിലേക്ക് പോവാം. അപ്പം അമീൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, വിൻഡോസിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ ബാധക്ക, എന്തിനാണ് മാക്ക്? അപ്പം ഞാൻ അമീനോട് പറഞ്ഞു, അമീൻ വിൻഡോസ് പോയെന്നാ പറഞ്ഞു. ഞാൻ അമീൻ മാക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്പീഡ് കൂടും, ക്വാളിറ്റി വ്യത്യാസം വരും, നമുക്ക് ക്ലയന്റിനോട് പറയാം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയാം, അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കാം. ഇതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കറക്റ്റ്. ഈ ബോധ്യപ്പെടുത്തൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് സ്റ്റേജിനെ മാറ്റാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഐ ഡോണ്ട് ലൈക്ക് യു. ഇവിടെയാണ് സംഭവം പാളണം. അതായത് ഇത് എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ആര് പറയുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ട്രെയിനേഴ്സ് ആവട്ടെ, കൺസൾട്ടൻസ് ആവട്ടെ, മാനേജേഴ്സ് ആവട്ടെ, പലരും വരുമ്പോൾ ചില എംപ്ലോയീസ് വർഷങ്ങളായിട്ടൊക്കെ ഉള്ളവർ പറയും, അതെ മുതലാളി പറഞ്ഞാൽ ഞാൻ ചെയ്യും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇന്ന ആൾ പറയട്ടെ ഞാൻ ചെയ്യാം എന്നുള്ള മനോഭാവം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ബിസിനസ്സിൽ. റിലേഷൻഷിപ്പ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ മാനേജേഴ്സൊക്കെ പലപ്പോഴും സ്ട്രാറ്റജികൾ പറയുന്നുണ്ട്, ഡാറ്റകൾ നോക്കേണ്ട, ഒക്കെ കറക്റ്റാണ്, അതിനൊന്നും തെറ്റില്ല, അങ്ങനെ തന്നെ വേണം. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഹ്യൂമൻ റിലേഷൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മാനേജ് ചെയ്യാൻ നമ്മുടെ ഹെഡ് ഉപയോഗിക്കാം, ബ്രെയിൻ ഉപയോഗിക്കാം, മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ ഹാർട്ട് ഉപയോഗിക്കാൻ നല്ലത് ഹെഡിനേക്കാൾ. അതായത് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നമ്മൾ നല്ലൊരു ആത്മബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ ടീം മെമ്പർ എന്തും ചെയ്യും. ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എളുപ്പമാണ്. ഈ പറയുന്ന ആളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള താല്പര്യമില്ലായ്മ കാരണം ആ കാര്യം ചെയ്യാതെ വരും. പല കമ്പനികളിലും പല മാറ്റങ്ങളും നടക്കാതിരിക്കുന്നതിന്റെ റീസൺ അതാണ്. പുതിയ ആള് വന്നിരിക്കുന്ന ഒരു സെറ്റപ്പ്, നീ എത്ര വർഷം ചെറുക്ക, ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡ്. കറക്റ്റ്. അപ്പൊ ഇതാണ് ഈ മൂന്ന് കാരണങ്ങൾ. ഒന്ന്, ഈ ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് കാര്യം കിട്ടാത്തതുകൊണ്ട് അത് നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. രണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതിന് നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ കറക്റ്റ് ക്ലാരിറ്റി വരുത്തി അത് ഇഷ്ടപ്പെടുത്തുക. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് യു, ആ വ്യക്തിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ ആ സ്റ്റേജ് മാറ്റിയെടുക്കുക. ഇതിൽ ഏറ്റവും ഡേഞ്ചർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കണ്ടേക്കുന്ന മൂന്നാമത്തെ അല്ല, അത് പലപ്പോഴും ഉണ്ടല്ലോ, പല ഓർഗനൈസേഷനിലും ഡിഫറെന്റ് ആണ്. എനിക്ക് ഈ SME MSME എന്ന് പറയുന്ന ചെറുകിട പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതൽ ആദ്യത്തേതാണ്. അതായത് ഐ ഡോണ്ട് ഗെറ്റ്. എനിക്ക് സത്യത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണത് ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. കാരണം പലരും കാണുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബിസിനസ്സിനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതില്ലേ
അത് പോരാണ്ട് വരും. ഇനി അങ്ങോട്ട് പോകാനെന്നുള്ളത് തിരിച്ചറിയാതെ വരുന്നതാണ് പ്രശ്നം. കാരണം എല്ലാവരും നോക്കണത് ഇതൊന്നും ഇല്ലാതെയല്ല നമ്മൾ ഇവിടം വരെ എത്തിയത്. എന്തിനാണ് ഈ പുതിയ ഈ ഫ്യൂച്ചറിനെ പറ്റിയുള്ള തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്താൽ മാത്രമേ പല കാര്യങ്ങളും ബോധ്യപ്പെടുള്ളൂ. അത് ബോധ്യപ്പെടുത്താൻ നല്ല ഓറിയന്റേഷനുകളും ട്രെയിനിങ്ങുകളും ഡാറ്റകളും ഒക്കെ വെച്ച് ചർച്ച ചെയ്ത് ഇത് ബോധ്യപ്പെടുത്തണം. അങ്ങനെ വന്നാൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ഈ വഴിയിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉൾക്കൊള്ളൂ. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ആളുകളൊക്കെ നോക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്താണ് പറ്റിപ്പോയത്. ട്രെയിനിങ് വർക്ക്ഷോപ്പുകളും അതുപോലെ രഞ്ജിത്ത് ഭായിയുടെയൊക്കെ ക്ലാസ്സിൽ പോയി ഇരുന്നിട്ട് മസിൽ പിടിച്ച് കിടന്നാൽ പോരാ, ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ പറയുമ്പോൾ അവനെ ബോധ്യപ്പെടുത്തണം, ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റം. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പറ, അല്ലെങ്കിൽ ഹെഡ് വൈറ്റ് ഉള്ളവരോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അല്ലേ? സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ എന്തായാലും സന്തോഷം രഞ്ജിത്ത് ഭായ്, താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ആളുകൾക്ക് ഉപകാരപ്രദമാകണം. അതുപോലെ തന്നെ ഇത് പുതിയ തലമുറക്കും ഒരു ഇൻഫർമേഷൻ ആകണം. അല്ലേ? ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം അവരുടെ ബിസിനസ്സിൽ, നമ്മളൊന്നും വലിയ വലിയ ആൾക്കാരല്ല കേട്ടോ, ബിക്കോസ് ഐ ആം ഓൺലി ദ കണ്ടന്റ് ക്രിയേറ്റർ. എനിക്കൊന്നും പറയാനുള്ള അതോറിറ്റി ഒന്നുമല്ല, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറയും. ഇത് ആളുകൾക്ക് ഏതെങ്കിലും ഒരു ട്രാക്കിലൂടെ കിട്ടിയാൽ വി ആർ വെരി ബ്ലെസ്ഡ്. നെക്സ്റ്റ് വീണ്ടും ഇരിക്കാം. താങ്ക് യു സോ മച്ച്.